ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറീഫ്രൈ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. പല ആളുകളോടും പെൻഷൻ സ്കീമിനെ കുറിച്ചോ അല്ല റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ചോ സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാറുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ ലോക്കൽ ബോഡീസ് ഒക്കെ നൽകുന്ന പെൻഷൻ ഉണ്ട് എന്നുള്ളത്. കുറേ ആളുകൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് അവരുടെ റിട്ടയർമെന്റ് ലൈഫിന് അത് മതിയാകും എന്ന ഒരു മിത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് അത് കിട്ടുന്നത് വെറും 1000-1200 രൂപയാണ് എങ്കിൽ അതുപോലും ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും കൃത്യസമയത്ത് അത് കിട്ടാതെ പോകുന്നുണ്ട്, ഒരുമിച്ച് അരിയേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്, അത് അങ്ങനെ പോകുന്നു. ആ ഒരു ഗ്യാരണ്ടിയിൽ എങ്ങനെയാണ് ഇനിയുള്ള ഒരു റിട്ടയർമെന്റ് ലൈഫ് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. കാരണം ഓരോ സമയത്തും നമുക്ക് ആവശ്യമുള്ള ഒരു എക്സ്പെൻസിന് ആവശ്യമുള്ള തുക നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇൻഫ്ലേഷൻ എന്ന ഒരു കാര്യം ആരും കൺസിഡറേഷൻ നടത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് ഇന്ന് നമുക്ക് എത്ര കിട്ടിയാൽ പോലും ഒരു മാസച്ചെലവ് നടക്കണമെങ്കിൽ എന്ത് തുക നമുക്ക് ആവശ്യമുണ്ടോ അതിൻ്റെ 10 ഇരട്ടിയോളം ഇനി അങ്ങോട്ട് നമുക്ക് വേണ്ടി വരും എന്നുള്ളതെങ്കിലും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ടോ നമ്മൾ റിട്ടയർഡ് ആയാൽ പിന്നെയും ഒരു 20 വർഷമെങ്കിലും നമ്മൾ മിനിമം ജീവിച്ചിരിക്കും എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ആ ടൈമിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ നോക്കുമ്പോൾ നമ്മൾക്ക് എത്ര രൂപയുണ്ടായാലാണ് നമ്മളുടെ ജീവിതം അത്യാവശ്യം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. റിട്ടയർമെന്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ചിലവുകൾ വരുന്നില്ല. ആകെ വരുന്നത് ഹെൽത്തിനും അതുപോലെ ഫുഡിനുമുള്ള ചിലവാണ് മെയിനായിട്ട് വരുന്നത്. അതുപോലും ഹെൽത്ത് കെയർ കോസ്റ്റ് ഇന്ന് എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് നോക്കിയാൽ അറിയാൻ കഴിയും. ഒരു 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോഴോ ഒരു പ്രത്യേകിച്ച് ഒരു അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻകം ഇല്ലാത്ത ആ അവസ്ഥയിൽ റിട്ടയർമെന്റ് ലൈഫിൽ നമ്മൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യും? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത്തരം തെറ്റിദ്ധാരണകളെല്ലാം മാറ്റുക. നമുക്ക് എന്തൊക്കെ ഇൻകം ഇപ്പം കിട്ടുന്നുണ്ടോ, ചിലപ്പോൾ പെൻഷൻ ഏതെങ്കിലും രീതിയിലുള്ള പെൻഷൻ കിട്ടുന്നുണ്ടാവാം, ഗവൺമെൻറ് ലോക്കൽ ബോഡീസിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ടാവും. പക്ഷെ അതൊന്നും തന്നെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് മതിയാവില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഒരു 40% ആണ് അത് നമുക്ക് കിട്ടുന്നത്. ബാക്കി നമ്മൾ എന്തായാലും സ്വരൂപിച്ചേ പറ്റൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇപ്പോഴേ തന്നെ ശ്രമിച്ചുകൊണ്ട് അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിപ്പോൾ തന്നെ വെക്കുക. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഈ ഒരു 30-ാം തീയതിക്ക് ശേഷം ഇൻഷുറൻസ് രംഗത്ത് മാറ്റങ്ങൾ വരുന്നു. ഏറ്റവും മനുഷ്യന് അത്യാവശ്യമുള്ള ഒന്ന് തന്നെയാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന ബേസിക് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കെട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിന് മേലോട്ട് മറ്റ് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും നടത്തേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിനെ ഹെൽത്തിനെയൊക്കെ ഇൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് മറ്റ് പോർട്ട്ഫോളിയോയിലേക്ക് കിടക്കാവുന്നതാണ്. അപ്പോൾ ഈ 30-ാം തീയതിക്ക് മുന്നേ തന്നെ എല്ലാവരും അതിന് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയത്തിലൊക്കെ വർധനവുണ്ടാവും. നല്ല സ്കീമുകൾ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. ഇപ്പോഴുള്ള നല്ല സ്കീമില്ല എന്നല്ല, ഇപ്പോഴുള്ള നല്ല സ്കീമുകൾ പലതും കുറഞ്ഞ പ്രീമിയത്തിൽ ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന പല സ്കീമുകളും ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നേ തന്നെ അതിന് കരുതൽ നടപടിയെടുക്കുക. ഏതൊരു വിധത്തിലുള്ള ഹെൽപ്പിനും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.